സംസ്ഥാനത്തെ നെല്ല് സംഭരണത്തിൽ LDF സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. 4 മാസത്തെ കുടിശ്ശികയാണ് നെല്ല് സംഭരിച്ച വകയിൽ കർഷകർക്ക് നൽകാനുള്ളത് എന്ന് മന്ത്രി പറഞ്ഞു. കേരള ബാങ്കിന് 800 കോടി രൂപ നൽകാനുണ്ട്. സപ്ലൈകോയും ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കേരളത്തിൻ്റെ അതിജീവനത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെയും നട്ടലാണ് നെൽകർഷകർ. എന്നാൽ ഇന്ന് ആ കർഷക സമൂഹം വലിയൊരു പ്രതിസന്ധിയിലാണ്. ഉൽപ്പാദിപ്പിച്ച നെല്ല് ഏറ്റെടുക്കാൻ ആളില്ലെന്ന് മാത്രമല്ല, സംഭരിച്ച നെല്ലിന് കൂലിയും കിട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബാണ്. നമസ്കാരം മിനിസ്റ്റർ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കർഷകർക്ക് വേണ്ടി സഭയ്ക്കകത്തും പുറത്തും ഒരുപാട് വാദിച്ച ഒരു രാഷ്ട്രീയക്കാരനാണ് താങ്കൾ. ഇപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് കർഷകർക്കുള്ളത്. ഇപ്പോൾ സംഭരിക്കാതെ ഒരുപാട് നെല്ല് പാടത്ത് കിടക്കുന്നു. എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക? സംഭരിക്കാതെ കിടക്കുന്ന നെല്ലിന്റെ സംഭരണം നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിപ്പോൾ സംഭരിച്ചു വരികയാണ്. സംഭരിച്ച നെല്ലിന്റെ വില കൊടുക്കുന്നത് അത് കഴിഞ്ഞ ഏതാണ്ട് 4-5 മാസത്തെ കുടിശ്ശികയാണ് വരുത്തി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്ന് ഞാൻ ചുമതലയേറ്റ ഈ കഴിഞ്ഞ 2 ദിവസത്തിന്റെ ഇടയിൽ ഞാൻ വിവിധ മീറ്റിങ്ങുകൾ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തു. വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഗവൺമെന്റിനെ സംബന്ധിച്ച്. ഇപ്പൊ നെല്ല് സംഭരിച്ച വകയിൽ കേരള ബാങ്കിന് മാത്രം 800 കോടി രൂപയാണ് തിരിച്ചു കൊടുക്കാനായിട്ടുള്ളത്. 800 കോടി രൂപ കേരള ബാങ്കിന് മാത്രം നെല്ല് സംഭരിച്ച വകയിൽ സപ്ലൈകോ തിരിച്ചു നൽകാനായിട്ടുള്ളത്. മറ്റുള്ള ബാങ്കുകളുടെ കണക്കെടുക്കുന്നതേ ഉള്ളൂ. ഫെഡറൽ ബാങ്ക് ഉണ്ട്, ഈ പറഞ്ഞ കാനറ ബാങ്ക് ഉണ്ട്. അതിൻ്റെയൊക്കെ ഇത് സമാനമായ നിലയിൽ തന്നെയുള്ള വലിയ തുക അവിടെയും കുടിശ്ശിക വരുത്തി വെച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി മേഖലയിൽ ഉടലെടുത്തിരിക്കുകയാണ്. ഇപ്പം ഞാൻ വിവിധ കർഷകരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. വിവിധ കർഷക സംഘടനകളും നേരിട്ട് കർഷകരൊക്കെ ആയിട്ട് ഞാൻ ഫോണിൽ കൂടെ വിളിച്ചിരുന്നു. പലരും എന്നെ വിളിക്കുന്നുണ്ട്. ഞാൻ അവരൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ നേരിടുന്നത് ഈ പറഞ്ഞ വളരെ വളരെ വലിയൊരു പ്രയാസം അവരെ സംബന്ധിച്ചുണ്ട്. അത് എത്രയും വേഗം പരിഹരിക്കുക എന്നത് അനിവാര്യമായ ഒന്നാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൃഷിമന്ത്രിയും ഞാനും സഹകരണ മന്ത്രിയായിട്ട് ഞങ്ങൾ ജോയിന്റ് മീറ്റിംഗ് ഞങ്ങൾ വിളിച്ചു ചേർത്തു. അതനുസരിച്ച് വേണ്ട ഇതിന്റെ റിപ്പോർട്ടുകൾ ഞങ്ങളിപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഉടൻ തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ഈ പറയുന്ന പ്രതിസന്ധിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അടിയന്തരമായി തന്നെ കർഷകരുടെ പൈസ കൊടുത്തു തീർക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ കാശ് നൽകുന്നില്ല എന്നുള്ളതായിരുന്നു LDF സർക്കാരിന്റെ കാലത്ത് അന്നത്തെ ഭക്ഷ്യമന്ത്രി പറഞ്ഞത്. അതിൽ എത്രത്തോളം അല്ല, ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കഴിഞ്ഞ 4 മാസത്തെ കുടിശ്ശികയാണ് ഏകദേശം ഉള്ളത്. 4 മാസം വരെയാണ് എന്റെ മുന്നിൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 4 മാസത്തെ കുടിശ്ശിക എത്രയും വേഗം കൊടുത്തു തീർക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പൈസ ലഭിക്കാനുള്ളത് ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉടൻ തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. അതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫയലുകൾ എടുക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ എങ്ങനെ ഇത് വേഗതയിൽ എത്തിക്കാൻ കഴിയും, ഇതിനെ സംബന്ധിച്ച് അവർക്ക് എത്രയും വേഗം എങ്ങനെ പൈസ കൊടുക്കാൻ കഴിയും, അതിനെ സംബന്ധിച്ചും ഒരു വ്യക്തമായ ഒരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കും. കാലവർഷം അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തും എന്നുള്ളതാണ് കണക്കൂട്ടൽ. അപ്പൊ ഈ കിടക്കുന്ന നെല്ല് സംഭരിക്കാൻ എത്രയും പെട്ടെന്ന് സംഭരിക്കേണ്ടതാണ്. അപ്പൊ അതിന് സംഭരണം അടിയന്തരമായി തന്നെ സംഭരണം നടന്നുകൊണ്ടിരിപ്പുണ്ട്. പല സ്ഥലങ്ങളിലും സംഭരണം നടക്കുന്നുണ്ട്. സപ്ലൈകോ MD ആയിട്ട് ഫോണിൽ കൂടെ സംസാരിച്ചു. ഇപ്പോൾ സംഭരണം നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. സംഭരണം അത് വേഗതയിലാക്കിപ്പിക്കും. എന്തായാലും നെൽകർഷകർക്ക് ഒരു ആശ്വാസമുള്ള വാർത്തയാണ് ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. ഈ പാടത്ത് കിടക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറാമാൻ ചന്തു പ്രഭത്തിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.